ഹലോ. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇതെന്റെ അമ്മ തയ്ച്ചതാണ്. ഞാൻ ഹൈദരാബാദിൽ നിന്ന് ചെങ്ങന്നൂര് 2 ആഴ്ചത്തേക്ക് വന്നപ്പോഴത്തേക്കും അമ്മ എനിക്ക് വേണ്ടി ഇങ്ങനെ കുറേ ഡ്രസ്സസ് കട്ട് പീസ് തുണിയൊക്കെ ഇരുന്നത് വെച്ചിട്ട് തയ്ച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമല്ലോ. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റേഴ്സും ഞാനിവിടെ വന്നതിൻ്റെ പ്രമാണിച്ചിട്ട് അവരും കൂടി ഈ എറണാകുളം, തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്നേക്കാണ്. ജസ്റ്റ് 2 ദിവസത്തേക്ക് സാറ്റർഡേ, സൺഡേ. അപ്പോൾ അടുത്തുള്ള സ്ഥലമെന്ന് പറയാനായിട്ട് ഈ വിശാൽ മെഗാ മാർട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ വന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കാം. വാങ്ങിച്ചില്ലേലും സാരമില്ല. പക്ഷേ എടുത്ത് നോക്കാം, ഇട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ അറ്റ്‌ലീസ്റ്റ് പോകുന്ന അത്രയും ടൈമെങ്കിലും നമുക്ക് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാം എന്നോർത്താണ് ഞങ്ങൾ ഈ സ്ഥലം എടുത്തത്. എനിക്കാണെങ്കിൽ ഈ ഡയറി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഡയറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. നോട്ട്ബുക്കാണേലും എനിക്ക് കുഴപ്പമില്ല. എന്നാൽ നോട്ട്ബുക്ക് എനിക്ക് ബ്ലാങ്ക് നോട്ട്ബുക്ക് വേണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനത്തെ നോട്ട്ബുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാം റൂൾഡ് ആയിട്ടുള്ള നോട്ട്ബുക്കായിരുന്നു. അപ്പോൾ ഒരുത്തൻ എനിക്ക് ഡ്രോയിങ് ബുക്ക് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, "അതാണ് ഇത് ബ്ലാങ്ക് ആണല്ലോ" എന്ന്. അപ്പം അത്രയ്ക്കും ഗതികേടില്ല. എനിക്ക് ഈ ഡ്രോയിങ് ബുക്കിലൊക്കെ ഡയറി എഴുതേണ്ട അവസ്ഥയൊന്നും ഇല്ല. എന്തായാലും നമ്മൾ പിന്നെ കളറിംഗ് ബുക്ക് നോക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എനിക്കിങ്ങനെ കളറിംഗ് ബുക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന്. പക്ഷേ ഇവിടെ മൊത്തം ഈ ചിൽഡ്രൻസ് കളറിംഗ് ബുക്കാണ്. മണ്ഡല ആർട്ട് പോലുള്ള ഈ അഡൾട്ടിനും കളർ ചെയ്യാൻ പറ്റുന്ന ബുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ നമ്മളിപ്പം അത്രയും എന്താ പിന്നെ ഒരു സ്റ്റേഷനറി കടയിൽ തന്നെ പോകേണ്ടി വരും. എനിക്ക് ഈ വിശാൽ മെഗാ മാർട്ടിനെ കുറിച്ച് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഉള്ള സാധനങ്ങളിൽ നമുക്കധികം വെറൈറ്റി ഒന്നും കിട്ടത്തില്ലായിരിക്കും. പിന്നെ ഇങ്ങനെ ഈ ടോയ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഈ ഡോൾസ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ അങ്ങ് നിന്ന് പോയി. കാരണം ഞങ്ങൾക്ക് നൊസ്റ്റാൾജിയ അടിച്ചു. ഞങ്ങളുടെ കൊച്ചിയിലെ ഞങ്ങൾ എപ്പോൾ മീറ്റ് ചെയ്യുമ്പോഴും ഞങ്ങളുടെ പാവകളും കൊണ്ടാണ് വരുന്നത്. ഒരു 3, 4 സെറ്റിനെയും കൊണ്ട് വരും. എന്നിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കും. അഭിഷേക്, ഐശ്വര്യ, ആൻഡ് മേരി, റോസ് മേരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ പാവയുടെ കൂടെയൊക്കെ ഡ്രസ്സ് ഓൾറെഡി നമുക്ക് സെറ്റായിട്ട് തന്നെ കിട്ടുമല്ലോ. അന്ന് അത് ബാർബി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് ഒടുക്കത്തെ വില ആയതുകൊണ്ട് നമ്മൾ ഈ ഡ്രസ്സൊക്കെ തട്ടിക്കൂട്ടി അമ്മയെക്കൊണ്ട് തയ്പ്പിക്കുകയൊക്കെയാണ് ചെയ്തത്. പിന്നെ എന്ത് പാവകളുടെ ആവശ്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ചുമ്മാ സാധാരണ സാധനങ്ങളെ വെച്ചിട്ട് നമ്മൾ കട്ടിലും അങ്ങനെയൊക്കെ ആക്കുമായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് നൊസ്റ്റാൾജിയ അടിച്ചു ഈ പാവകളൊക്കെ കണ്ടപ്പോഴത്തേക്കും. ഇപ്പം ഞങ്ങൾ പറയായിരുന്നു, "ശ്ശോ! ഇപ്പം നമുക്ക് കുറേ പാവകൾ റെഡിമെയ്ഡായിട്ട് തന്നെ ഇങ്ങനെ ഡ്രസ്സസിൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ കളിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ." ഒരവസ്ഥയായി പോയില്ലേ. എല്ലാവരും ജോലിക്കാരൊക്കെ ആയിട്ട് അതിൻ്റെ ബിസിയിൽ നടക്കുന്നതിനിടയ്ക്ക് പാവകളെ കൊണ്ടൊന്നും കളിക്കാൻ ഇനിയിപ്പോൾ ആർക്കും വയ്യ. ഈ പാത്രങ്ങളൊക്കെ എടുക്കുന്നത് കണ്ടാൽ തോന്നും നമ്മളെന്തോ വലിയ പാചകക്കാരാന്ന്. പക്ഷേ അതിനല്ല. വെറുതെ ഇതിൻ്റെയൊക്കെ വിലയൊക്കെ ഒന്ന് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര റേറ്റ് ഭയങ്കര കുറവാണ്. ഈ ഡിസൈനുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയും അതിൻ്റെ റേറ്റ് നമ്മൾ വിചാരിക്കും വേറെ കടയിലൊക്കെ ചെന്നാൽ ഭയങ്കര റേറ്റാവും. പക്ഷേ ഇവിടെ അത്രയും റേറ്റില്ല കേട്ടോ. ഭയങ്കര ഡിസ്കൗണ്ട് വിലയാണ്. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. അത്ര വെറൈറ്റി നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. ദാ ഇങ്ങനത്തെ പൗച്ചും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ ലിമിറ്റഡ് കളക്ഷനേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളതെല്ലാം പക്ഷേ റേറ്റും കുറവാണ്. നമ്മൾ പിന്നെ മെയിനായിട്ട് വന്നത് കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് എങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ടാണ്. വേറൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടാണ് ചെന്നത്. പക്ഷേ എനിക്ക് വാങ്ങിക്കാൻ ഒന്നുമേ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ വന്ന ഡ്യൂറേഷന് എനിക്ക് കുറച്ച് മെമ്മറീസ് എങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അതും കൊണ്ട് നമുക്ക് ജീവിക്കാമല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എന്തായാലും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഷോർട്ട് വീഡിയോയും എടുത്തത്. കാരണം അറ്റ്‌ലീസ്റ്റ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നമുക്കിതെങ്കിലും ഉണ്ടല്ലോ.